ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ഷോണോ. ഞാൻ ഇന്റേണൽ മെഡിസിനിൽ ജൂനിയർ ഡോക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു ഇന്ദിരാഗാന്ധിയിൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരാളൊരു ഫോറിൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വിഴുകി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്നത് പേഷ്യൻറ്റ് വല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് നോക്കുക. അതാണെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ക്ലിയർ ചെയ്യും. പക്ഷെ നമ്മളിന്ന് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ അസസ് ചെയ്യുന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ഫോറിൻ ഒബ്ജക്റ്റ് വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലാണോ പോയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഫുഡ് പൈപ്പിലൂടെയാണോ പോയിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് അറിയണം. അതിന് നമ്മൾ മറ്റൊരു ലാരൻഡോസ്കോപ്പ് വെച്ച് നോക്കിയാലും അറിയില്ല. പക്ഷെ കൂടുതലായിട്ട് എക്സ്റേ എടുത്താണ് നമ്മൾ അറിയുന്നത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്. എക്സ്റേയിൽ ചില ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് ചിലപ്പോൾ ലാറ്ററൽ എക്സ്റേ നമ്മൾ എടുത്തു സൈഡിൽ നിന്നുള്ള എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും നമുക്ക് അറിയുന്നത് എവിടെയാണ് പോയിരിക്കുന്നതെന്ന്. ഇപ്പോൾ ശ്വാസകോശത്തിലാണ് പോയിരിക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഫുഡ് പൈപ്പിലൂടെ പോയിരുന്നെങ്കിൽ നമ്മളത് ഫസ്റ്റ് അറിയാം, ഹിസ്റ്ററി എടുക്കുമ്പോൾ അറിയാം അത് ഹാംഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിട്ട് എടുത്തിട്ട് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കി കറക്റ്റായിട്ട് എവിടെയാണ് ചിലപ്പോൾ അത് പുറത്തെടുക്കേണ്ടി വരും. ഹാംഫുൾ അല്ലാത്ത എന്തെങ്കിലും റൗണ്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ ആക്ച്വലി നമുക്കത് 24 to 48 hours വെയിറ്റ് ചെയ്യാം. ഹാംലെസ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ സ്റ്റൂളിലൂടെ അടുത്ത ദിവസം ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെ പാസ്സാവുന്നതാണെങ്കിൽ അത് കുഴപ്പമില്ല. ചില ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അത് എവിടെ ഇത്തിരി ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ മോണിറ്ററിങ് കൂടി ആവശ്യം വരും. അല്ലെങ്കിൽ അത് നോർമലി അത് പാസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചോ ഹോട്ടലിൽ വെച്ചോ പെട്ടെന്ന് നമ്മളത് അറിയത്തില്ല, പെട്ടെന്ന് ബോണൊക്കെ കുടുങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെയൊക്കെ എവിടെയെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയോ ശ്വാസകോശത്തിൽ കുടുങ്ങുകയാണെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഹൈംലിക് മാനുവർ അതിനെ പറയും. ഈ ഹൈംലിക് മാനുവറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ മറ്റേ ഈ ഒരു ചെസ്റ്റിൻ്റെ അടിയിലൊരു പോർഷനുണ്ട്, എപ്പിഗാസ്ട്രിക് ഏരിയയിൽ നമ്മൾ ഒരാൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കുടുങ്ങിയ ആൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ അവരുടെ പോസ്റ്റീരിയർ പൊസിഷനിൽ വന്നിട്ട് നമ്മൾ അവരുടെ ആ തൊറാക്സിൻ്റെ അടിയിലുള്ള ഏരിയയിൽ പിടിച്ച് ഒന്ന് നല്ലോണം പ്രസ് ചെയ്യണം. നല്ലോണം പ്രസ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫുഡ് കുടുങ്ങിയ പോർഷനിൽ ഫുഡ് പ്രഷർ കാരണം നമ്മൾ പ്രഷറാണല്ലോ എക്സേർട്ട് ചെയ്യുന്നത്, അത് മുന്നിലോട്ട് പൊക്കോട്ട് വന്ന് ആ ഒരു ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോറിൻ ഒബ്ജക്റ്റ് പുറത്തേക്ക് വന്ന് ആൾക്ക് പിന്നെയും ശ്വസിക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഹൈംലിക് മാനുവറിൽ കൂടെ പറയുന്നത്. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല. ഇത് ആക്ച്വലി അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. നമുക്കിത് പ്രോപ്പർലി ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലാണ്, ഒരു പബ്ലിക് ഏരിയയിൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആവണമെന്ന് തന്നെയില്ല, ഇതൊരു കോമൺ ആയിട്ടുള്ള മെത്തേഡിൽ ഒരു മാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ബ്രീത്ത് ചെയ്യുന്ന ഒരു ലൈഫ് സേവിങ് തന്നെ ഒരു മാനുവറായിട്ട് നമുക്ക് ഇതിനെ ഹൈംലിക് മാനുവറിന് പറയാം. അപ്പം അതോടെ ഇന്നത്തെ ഒരു ടോപ്പിക് ചെറിയൊരു ടോപ്പിക്കായിരുന്നു, അത് നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.